ഹായ് ഗേസ്, നിങ്ങളെല്ലാവരും ഇന്ന് സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് തോരനാണ്. അതിന് വേണ്ടത് ക്യാരറ്റ്, ചെറിയതായിട്ട് സവോള. ക്യാരറ്റ് ഞാൻ 2 എടുത്തിട്ടുള്ളൂ. അതിനെല്ലാം കഴുകി വൃത്തിയാക്കിയതാണ്. സവോള ഒരു ഹാഫ്, ഞാനത് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഉണ്ടാക്കാൻ എളുപ്പമാണ്. വീട്ടിലാരുമില്ല, മറ്റേ വെളിയിലൊക്കെ ആണെങ്കിലും പിള്ളേർ തന്നെ താമസിക്കുമ്പോഴും പെട്ടെന്നൊരു കൂട്ടാൻ. ഇത് ഒരു 2 പച്ചമുളകാണ്, വേപ്പില, മഞ്ഞൾ, ഉപ്പ്. ഇതിലേക്ക് ഞാൻ കടായി ചൂടായി, ചൂടായതിന് ശേഷം ഞാൻ കടുകിടുന്നു. അത് പൊട്ടി ഇതിലേക്ക് ഞാൻ എല്ലാം മിക്സ് ചെയ്യുന്നു. ഇതൊരു കളർഫുള്ളാണെന്ന് നോക്കി. അത് വൈറ്റമിനോട് നമുക്ക് ഈ പച്ചക്കറി നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ചെന്ന് കഴിയുമ്പോൾ നല്ല വൈറ്റമിനാണ്. എല്ലാവർക്കും ഈ പച്ചക്കറിയൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ദേഷ്യമാണല്ലോ കുഞ്ഞുങ്ങളൊക്കെ. എരിവ് കുറച്ചാണെങ്കിലും അതൊക്കെ കൊടുക്കാൻ നല്ലതാണ്. എന്നിട്ട് ഇതെല്ലാം ഞാനതൊന്ന് മിക്സ് ചെയ്യുന്നു. ഇതിന് മുമ്പേ കണ്ട ചാനൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നെ കൂടെ സപ്പോർട്ട് ചെയ്ത് നമ്മളെല്ലാവരും ഒന്ന് മുന്നോട്ടൊന്ന് കൊണ്ടുവരണം. ഞാൻ ആദ്യമായിട്ടൊക്കെ കയറിയതാണ്. നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് വരാനായിട്ട് സാധിക്കത്തുള്ളൂ. എല്ലാവരും അങ്ങനെ ചെയ്യും എന്ന് എനിക്കറിയാം. ആരും ഒന്നും മടി വിചാരിക്കില്ല. ഇത് ഞാൻ തോരന് ഉണ്ടാക്കാനായിട്ട് ഒന്ന് വഴറ്റിന് ശേഷം ലേശം വെള്ളം വേണ്ട, ഇതിൽ ഞാനൊരു ശകല വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നു. പേരിന് ചെറുതീയിൽ ഞാനൊന്ന് അടച്ചു വെക്കുന്നു. ഇപ്പോൾ ഒരു ടിഫിൻ ബോക്സൊക്കെ തയ്യാറാക്കാം. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എരിവ് കുറച്ചിട്ട് ഫുഡ് കൊടുക്കാൻ പറ്റും. പ്രോട്ടീനാണല്ലോ. എൻ്റെ ചാനലൊന്ന് ബെൽ ബട്ടൺ ഒന്ന് എടുക്കണം. നന്നായിട്ട് വരട്ടി കൊടുക്കുക. നല്ലൊരു കളർഫുള്ളായിട്ടുള്ള ഒരു തോരൻ റെഡിയായി. ഉപ്പുണ്ടോ നോക്കണം. വേണമെങ്കിലും ഒന്ന് ചേർക്കണം. നല്ല എരിവുണ്ട്. 2 പച്ചമുളകാണ്, എരിവുണ്ട്. നല്ല ഒരു തോരനാണ്. വേവില്ല ക്യാരറ്റിന്, വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയാം എന്നൊരിക്കലും. അപ്പോൾ ഇതെല്ലാവരും കണ്ടല്ലോ. ഇതുപോലെ എല്ലാവരും ചെയ്യണം, എല്ലാവരും ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കരകയറ്റും.